ഹലോ, വെൽക്കം ടു ഡേ 4 ഓഫ് 21 ഡേ ചലഞ്ച്. ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ. എൻ്റെ ഡേ 3 വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഞാനിവിടെ എന്ന്. സോ രാത്രിയിൽ ഉറക്കമൊക്കെ കണക്കായിരുന്നു. പിന്നെ ഏർലി മോർണിംഗ് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി രാവിലെ തന്നെ ഇറങ്ങി. പിന്നെ അച്ഛനുമായിട്ട് കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ. അച്ഛൻ രാവിലെ തന്നെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ ടേണിനായിട്ട്. ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നു. ഞങ്ങൾ തമ്മിലിരുന്നാൽ പിന്നെ ടോപ്പിക്കുകൾക്ക് പഞ്ഞൊന്നുമില്ല കേട്ടോ വർത്തമാനം പറയാൻ. അങ്ങനെ അച്ഛൻ തിയേറ്ററിലേക്ക് രാവിലെ തന്നെ കയറി. ദെൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമായിരുന്നു. ഡെയിലി നല്ല ന്യൂട്രീഷൻ ഷേക്കൊക്കെ കഴിച്ച് ശീലമായതുകൊണ്ട് വേറൊന്നും കഴിക്കാൻ മനസ്സ് തോന്നിയില്ല. പിന്നെ ഞാൻ ഉടനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ന്യൂട്രീഷൻ സെൻറ്റേഴ്സ് നിയർ മീ. അപ്പോൾ തന്നെ എനിക്ക് കുറേ ഓപ്ഷൻസ് കിട്ടി കേട്ടോ. സോ ഏറ്റവും നിയർ ബൈ ആയിട്ട് ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു ന്യൂട്രീഷൻ സെൻറ്ററിലേക്ക് ഞാൻ രാവിലെ തന്നെ പോയി. നല്ല മഴയായിരുന്നു, പിന്നെ പോരാത്തതിന് ബ്ലോക്ക്. അവസാനം ഞാനത് കണ്ടുപിടിച്ചു. ഫൈനലി ഞാൻ അവിടെ എത്തി. എന്താ ഒരു പോസിറ്റിവിറ്റി! ന്യൂട്രീഷൻ സെൻറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. ഹൈ പോസിറ്റിവിറ്റിയും നല്ല ഗുഡ് വൈബ്സും ആയിരിക്കും അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ചെന്നപ്പോൾ തന്നെ നല്ലൊരു വാം വെൽക്കം ഒക്കെ എനിക്ക് അവർ തന്നു. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അവരുമായിട്ട് കമ്പനി ആവും കേട്ടോ. അത്ര നല്ല ബിഹേവിയറാണ് അവരുടെ. പിന്നെ എനിക്ക് നല്ല ചൂട് ഫ്രഷ് ഗ്രീൻ ടീ തന്നു, ഷേക്ക് തന്നു. ഇതാണ് അവിടുത്തെ ചേച്ചിമാർ, നല്ല സ്നേഹനിധികളായ 2 പേർ. വീണ്ടും വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലിലെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. എന്തോ വലിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്ന പോലെ തോന്നുന്നുണ്ടാവും അല്ലേ? ഡിസ്ചാർജായി പോകുന്ന സീനാണ്. വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ അവിടുത്തെ ഗാർഡനിങ് ഒക്കെ അവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഈ ഒരു സീൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? 90s കിഡ്സിനൊക്കെ പെട്ടെന്ന് കത്തും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കവിതയുടെ ഇല്ലസ്ട്രേഷനാണ്. മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യൂ, ഏതാണ് ആ മറക്കാനാവാത്ത മലയാളം കവിത എന്ന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.